ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാഷണൽ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി 2024 ഡിസംബർ 16-17 തീയതികളിൽ ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ച് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉത്തരവിറക്കി. 2024 ഡിസംബർ 10-നാണ് ബഹ്റൈൻ ന്യൂസ് ഏജൻസി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഉത്തരവ് പ്രകാരം ഡിസംബർ 16-17 തീയതികളിൽ രാജ്യത്തെ മന്ത്രാലയങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ സമയം 3 മണിക്കാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സൗദി സമയം 12:30 മണിയോടെയാണ് അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി പരിഗണിക്കുക. കഴിഞ്ഞ 2 തവണ മാറ്റിവെച്ച കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബ്ദുറഹീമും അഭിഭാഷകനും കോടതിയിൽ ഹാജരാകുമെന്നാണ് കരുതുന്നത്. ഡിസംബർ 8-ന് മാറ്റിവെച്ച കേസ് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുന്നത് ജയിൽ മോചനത്തിന് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാകുമെന്നാണ് സഹായ സമിതി വിലയിരുത്തുന്നത്. ഇന്ന് മോചന ഉത്തരവുണ്ടായാൽ റിയാദ് ഗവർണറേറ്റിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് അബ്ദുറഹീമിന് നാട്ടിലേക്ക് മടങ്ങാം. 2006 അവസാനമാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീം സൗദിയിലെ ജയിലിലാകുന്നത്. കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ 2-ന് കോടതി വധശിക്ഷ റദ്ദാക്കി. സാങ്കേതിക പ്രശ്നങ്ങളും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസുമാണ് ജയിൽ മോചനം വൈകാൻ കാരണമെന്നാണ് സൂചന. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമസഹായ സമിതിയുമെല്ലാം. സർക്കാർ നടപടിക്രമങ്ങൾ പരമാവധി ലഘൂകരിക്കുകയും ബ്യൂറോക്രസിയുടെ ഇടപെടലുകൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന പദ്ധതികൾ മുന്നോട്ടുവയ്ക്കുന്ന ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് 70 ലക്ഷം ദിർഹം അവാർഡ് നൽകാൻ UAE ക്യാബിനറ്റ് ബുധനാഴ്ച അംഗീകാരം നൽകി. സർക്കാർ നടപടിക്രമങ്ങൾ പരമാവധി ചുരുക്കുന്നതിനും സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും കമ്പനികളുടെയും വ്യക്തികളുടെയും മേലുള്ള ഭാരം കുറയ്ക്കുന്നതിനും ഉതകുന്ന പ്രൊജക്ടുകൾ സമർപ്പിക്കുന്നവർക്ക് ടീമുകൾ, വ്യക്തികൾ, ഫെഡറൽ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സിലെ പോസ്റ്റിൽ അറിയിച്ചു. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾ തൊഴിലാളികളോട് പുലർത്തേണ്ട പ്രത്യേക ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം പുറപ്പെടുവിച്ച നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി തൊഴിലാളികളുടെ ഫയലുകളും രേഖകളും പരിപാലിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. തൊഴിലാളിയുടെ സേവനം അവസാനിച്ച തീയതിക്ക് ശേഷം 2 വർഷം വരെ ഈ ഫയലുകൾ സൂക്ഷിക്കണമെന്ന വ്യവസ്ഥയുമുണ്ട്. പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി തൊഴിലാളിയുടെ ഔദ്യോഗിക രേഖകൾ പിടിച്ചെടുക്കുകയോ തൊഴിൽ ബന്ധം അവസാനിച്ചാൽ രാജ്യം വിടാൻ അവരെ നിർബന്ധിക്കുകയോ ചെയ്യരുതെന്നും പുതിയ വ്യവസ്ഥകളിൽ പറയുന്നു. മാർഗനിർദ്ദേശങ്ങൾ, പെനാൽറ്റികൾ, റിവാർഡുകൾ എന്നിവ പോലുള്ള തൊഴിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ, വ്യവസ്ഥകൾ, മാനദണ്ഡങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി യോഗ്യതയുള്ള അധികാരികളുടെ ലൈസൻസ് ലഭിച്ചതും അനുയോജ്യവുമായ താമസ സൗകര്യം തൊഴിലാളികൾക്ക് ലഭ്യമാക്കണം. അല്ലാത്തപക്ഷം അവർക്ക് പാർപ്പിടത്തിനുള്ള ക്യാഷ് അലവൻസ് നൽകണം. തൊഴിലാളികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ നിക്ഷേപവും ഇറക്കണം. തൊഴിൽപരമായ പരിക്കുകൾ, ജോലി സമയത്ത് സംഭവിക്കാവുന്ന രോഗങ്ങൾ എന്നിവയിൽ നിന്നും ആവശ്യമായ സംരക്ഷണ മാർഗങ്ങൾ നൽകുക. മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ നിയന്ത്രണങ്ങളും ഉറപ്പാക്കുക. അത്തരം അപകട സാധ്യതകൾ ഒഴിവാക്കാൻ തൊഴിലാളികൾക്ക് ഉചിതമായ പരിശീലനം നൽകുക. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ പരിശോധനകൾ നടത്തുക എന്നിവയുടെ ആവശ്യമാണ്. ജോലിയുടെയും അതിൻ്റെ തൊഴിലാളികളുടെയും സ്വഭാവത്തിന് അനുസരിച്ച് ജോലിസ്ഥലത്തെ തൻ്റെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് തൊഴിലാളിക്ക് ബോധ്യമുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക. രാജ്യത്ത് നിലവിലുള്ള നിയമനിർമ്മാണത്തിന് അനുസൃതമായി തൊഴിലാളിയുടെ ചികിത്സാ ചെലവ് വഹിക്കുക. ഇൻഷുറൻസ്, സബ്സ്ക്രിപ്ഷനുകൾ, നിലവിലുള്ള നിയമനിർമ്മാണം വ്യക്തമാക്കുന്ന ഗ്യാരണ്ടികൾ എന്നിവയുടെ ചെലവുകൾ വഹിക്കുക എന്നിവയാണ് മറ്റ് നിബന്ധനകൾ.
തൊഴിൽ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ തൊഴിലാളിയെ അനുവദിക്കരുതെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. തൊഴിൽ കരാറിന്റെ അവസാനം തൊഴിലാളിയുടെ അഭ്യർത്ഥന പ്രകാരം അവർ ജോലിയിൽ ചേർന്ന തീയതി, അത് അവസാനിച്ച തീയതി, സേവനത്തിന്റെ ആകെ കാലയളവ്, ജോലിയുടെ പേര്, ജോലിയുടെ തരം, ജീവനക്കാരന്റെ പ്രകടനം, അവസാനമായി ലഭിച്ച വേതനം, തൊഴിൽ കരാർ അവസാനിച്ചതിന്റെ കാരണം എന്നിവ വ്യക്തമാക്കുന്ന ഒരു പരിചയ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകണം. സർട്ടിഫിക്കറ്റിൽ തൊഴിലാളിയുടെ പ്രശസ്തിക്ക് ഹാനികരമോ അവരുടെ തൊഴിൽ അവസരങ്ങൾ കുറയ്ക്കുന്നതോ ആയ ഒന്നും ഉൾപ്പെടുത്തരുത്. തൊഴിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലെ ജോലി നേരത്തെയുള്ള ജോബ് ഓഫറിന് സമാനമായിരിക്കണം. സൗദി സ്വദേശികളെ ബിനാമിയാക്കി തുടർന്നുകൊണ്ടിരിക്കുന്ന കച്ചവട ഇടപാടുകൾക്ക് പൂട്ടുവീഴുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ 115 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ബിനാമി വിരുദ്ധ ദേശീയ പ്രോഗ്രാം അധികൃതർ വ്യക്തമാക്കി. വിവിധ പ്രദേശങ്ങളിൽ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ വിപണി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ബിനാമി ഇടപാടുകൾ തടയാനും ലക്ഷ്യമിട്ട് നവംബർ മാസത്തിൽ 1600-ലധികം പരിശോധനകളാണ് നടത്തിയത്. നിയമലംഘനം കണ്ടെത്തിയതിന് പിടികൂടിയവരെ സമഗ്ര അന്വേഷണത്തിനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പഴം, പച്ചക്കറി ചില്ലറ വിൽപ്പന, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വ്യാപാരം, താമസ കെട്ടിടങ്ങളുടെ പൊതുനിർമ്മാണം, സ്ത്രീകൾക്കുള്ള തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പന, കാറ്ററിംഗ് സർവീസ്, റെസ്റ്റോറന്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ബിനാമി കച്ചവടക്കാരെ പിടികൂടിയത്. പുതിയ ഉദാര നിയമങ്ങൾ വന്നതോടെ ബിനാമി ബിസിനസ്സുകൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള സർക്കാരിന്റെ ശക്തമായ പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കുന്നതും. ബിനാമി ഇടപാടിൽ ഉൾപ്പെട്ടവർക്കെതിരെ 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. ഇത്തരം ഇടപാടുകളുടെ ഭാഗമായി പിടികൂടുന്ന കള്ളപ്പണവും കണ്ടുകെട്ടും. അത്തരം സ്ഥാപനം അടച്ചുപൂട്ടുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതോടൊപ്പം സ്ഥാപനത്തിന്റെ വാണിജ്യ രജിസ്ട്രേഷനും റദ്ദാക്കും. സകാത്തും നികുതിയും ഈടാക്കും. പ്രതികളെ പൊതുസമൂഹത്തിൽ പരസ്യപ്പെടുത്തും. ഇതിൽ ഉൾപ്പെടുന്ന നിയമലംഘകരായ വിദേശികൾക്ക് ഈ ശിക്ഷകൾക്ക് പുറമെ രാജ്യത്തേക്ക് തിരികെ മടങ്ങാനാകാത്ത വിലക്കോടെ നാട് കടത്തുന്നത് അടക്കമുള്ളതാണ് നേരിടേണ്ടി വരിക. സ്വകാര്യ ഫോട്ടോകൾ, വീഡിയോകൾ തുടങ്ങിയവ സ്മാർട്ട് ഫോണുകളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുമായി അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. താമസക്കാരോട് അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനും സൈബർ ചൂഷണത്തിന് ഇരയാകുന്നത് ഒഴിവാക്കാനും ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ ഫീച്ചറുകളുമായി അപ്ഗ്രേഡ് ചെയ്ത സ്മാർട്ട് ഫോണുകളുടെ പുതിയ മോഡലുകൾ വരുന്നതോടെ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി പലരും തങ്ങളുടെ പഴയ സ്മാർട്ട് ഫോണുകൾ വിൽക്കാറാണ് പതിവ്. എന്നാൽ ഇത് അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകട സാധ്യതകൾ ഇതിനു പിന്നിൽ പതിയിരിക്കുന്നുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അനധികൃത വ്യക്തികൾക്ക് ഫോണിലെ വിവരങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചാൽ അവ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫോണിലെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗും ചൂഷണവും നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും അധികൃതർ പറയുന്നു.